Discuss about earliest farming groups in Indian subcontinent. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ആദ്യത്തെ കാർഷിക വിഭാഗത്തിൽപ്പെടുന്ന ജനത ആരായിരുന്നു എന്നും ഡിസ്കസ് ദ ഒറിജിൻ ഓഫ് അഗ്രികൾച്ചറൽ ഇന്ത്യ ആൻഡ് ഇറ്റ്സ് സ്പ്രെഡ് ഇൻഡസ് റീജിയൻ. ഇന്ത്യയിൽ എങ്ങനെ എപ്രകാരമാണ് കാർഷിക രീതി ആവിർഭാവം കൊണ്ടത്, പ്രത്യേകിച്ചും സിന്ധു നദിയുടെ പ്രദേശങ്ങൾ, സമതലങ്ങളിൽ അല്ലെങ്കിൽ പോഷക നദികളിലും തീരങ്ങളിലൊക്കെ എങ്ങനെയാണ് കാർഷിക രീതി ആരംഭിക്കപ്പെട്ടത് എന്ന്. The factors leading to emergence of agriculture in Indian remain uncertain. നമുക്ക് വലിയ ഒരു വ്യക്തതയില്ലാത്തൊരു കാര്യമാണ് എങ്ങനെയാണ് ഇന്ത്യക്കാർ കാർഷിക മേഖലയിലേക്ക് എത്തിച്ചേർന്നത് എന്നുള്ളത്. The earliest agricultural settlement in Indian subcontinent was established at Mahargrah. മഹർഗ്രാഹ് ആയിരുന്നു ആദ്യത്തെ ഇന്ത്യയിലെ അഗ്രികൾച്ചർ സെറ്റിൽമെന്റ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ. ഇറ്റ് വാസ് ലൊക്കേറ്റഡ് നിയർ ബോലാൻ പാസ് ഇൻ ബലൂചിസ്ഥാൻ. ബോലാൻ ചുരം ഉണ്ടല്ലോ ബലൂചിസ്ഥാനിലേക്കുള്ള, അതിനോട് ചേർന്നാണ് മഹഗ്രാഹ് സ്ഥിതി ചെയ്യുന്നത്. ദിസ് സെറ്റിൽമെന്റ് ഇനീഷ്യലി സെർവിങ് ആസ് എ ക്യാമ്പ് സൈറ്റ് അറൌണ്ട് 7000 BC underwent a gradual transition from the relying wild animals as a food source to cultivating crops and domesticating animals. പറയപ്പെടുന്നത് ആദ്യകാലത്ത് 7000 BC 7000-ലൊക്കെ ഇത് ആദ്യകാലത്ത് ഹണ്ടർ ഗ്യാതറിങ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ വേട്ടയാടി അലഞ്ഞു തിരിഞ്ഞ് കൂടിയിരുന്ന ജനവിഭാഗങ്ങളുടെ ക്യാമ്പ് സൈറ്റ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പതുക്കെ പതുക്കെ ഈ ക്യാമ്പ് സൈറ്റ് ഡൊമസ്റ്റിക്കേഷൻ, അനിമൽ ഡൊമസ്റ്റിക്കേഷനും കൾട്ടിവേഷനും ഒക്കെ വഴി തെളിയിച്ച് അങ്ങനെയാണ് മഹർഗ്രാഹ് ആദ്യത്തെ ഒരു അഗ്രികൾച്ചർ സെറ്റിൽമെന്റ് ആയത് എന്നാണ്. However, we have no evidence for gradually. എന്നാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു തെളിവൊന്നും നമ്മളെ കയ്യിലില്ല എന്നുള്ളതാണ്. ഇങ്ങനെയാണ് എന്നുള്ളൊരു ഊഹമാണ്. Instead, domesticated cereal and pulses appear suddenly. That is why scholars believe the knowledge of agriculture spread India from neighboring Iran, where it had been imported from Iraq. എന്നാൽ ആദ്യമായിട്ട് മനുഷ്യന് ഉപയോഗിച്ച ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ മഹർഗ്രാഹിൽ ആദ്യമായി ഉപയോഗിച്ച ധാന്യങ്ങൾ എന്ന് പറയുന്നത് സെറീലും പൾസും ആണ്. ഈ പൾസസും സെറീൻസും ഒക്കെ എങ്ങനെയാ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതെന്ന് ചോദിക്കുമ്പോൾ അത് ഇന്ത്യയിലേക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കുടിയേറി വന്നതാണ്, ഇമ്പോർട്ടഡ് ആയി വന്നത്. പ്രത്യേകിച്ചും ഇറാനിൽ നിന്നായിരിക്കും. ഇറാനിലേക്ക് എത്തിച്ചേരുന്നത് ഇറാഖിൽ നിന്നാണ്. ആ വിഭാഗങ്ങളുമായിട്ടുള്ള സമ്പർക്കം മൂലമോ അവരെ ഇവിടെ വന്നത് മൂലമൊക്കെ ആയിരിക്കും ഇത് കിട്ടിയിട്ടുണ്ടാവുക എന്നാ. Plants and animals domesticated by the villagers in Mahargrah are less at home in monsoon India with summer rainfall than uplands of Western Asia, Afghanistan with wet winters. അപ്പോൾ കാർഷിക മേഖല എപ്പോഴും മൺസൂൺ അല്ലെങ്കിൽ മഴയെ അടിസ്ഥാനമായിട്ടായിരുന്നു നിലനിന്നിരുന്നതെന്നാണ്. അപ്പോൾ കാർഷിക വൃത്തിയും അനിമൽ ഡൊമസ്റ്റിക്കേഷനും ഒക്കെ മഹർഗ്രാഹിലെ വില്ലേജിൽ വലിയ തോതിലൊന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ചും റെയിൻഫാളിനെ ബേസ് ചെയ്തിട്ട് തന്നെ ആയിരുന്നു എന്നാണ്. The knowledge of agriculture could be spread other area through the actual migration of people. Inter-community marriage ആയിരിക്കാം എന്നാണ് നമ്മൾ പറയുന്നത്. സമുദായങ്ങൾ തമ്മിലുള്ള വിവാഹ ബന്ധങ്ങളിലൂടെയോ അല്ലെങ്കിൽ മൈഗ്രേഷനിലൂടെയോ കുടിയേറ്റത്തിലൂടെയൊക്കെ ആയിരിക്കാം കാർഷിക രീതിയെക്കുറിച്ചുള്ള യഥാർത്ഥ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. From the north western India, the idea of cultivation gradually spread other part of the subcontinent. അപ്പോൾ ഉത്തരേന്ത്യയിലെത്തിയ ഇത് പിന്നീട് ഈ ഉപഭൂഖണ്ഡത്തിൻ്റെ ഇന്ത്യ എന്ന് പറയുന്ന ഉപഭൂഖണ്ഡത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കായി പടർന്നു പിടിച്ചു കാർഷിക രീതി എന്നുള്ളത്. Many community took up agriculture and many did not. ആദ്യകാലത്ത് പല സമുദായങ്ങളും കാർഷിക രീതി സ്വീകരിച്ചപ്പോൾ മറ്റു പലരും ഇത് സ്വീകരിക്കാത്തവരുമുണ്ട്. ഇറ്റ് ഡിപ്പെൻഡ് ഓൺ ദ നീഡ് ഓർ പെർസെപ്ഷൻ ഓഫ് ദ ഗ്രൂപ്പ്. അത് അവരുടെ ഭക്ഷണത്തിന്റെ ആവശ്യകതയെ അടിസ്ഥാനമാക്കിയിട്ടും കാഴ്ചപ്പാടുകളെയൊക്കെ അടിസ്ഥാനമാക്കിയായിരുന്നു എന്നുള്ള. ഈവൺ ഇഫ് ദേ വേർ അവെയർ ഓഫ് അഗ്രികൾച്ചർ, ഫോർജിംഗ് കമ്മ്യൂണിറ്റി might choose not adopt if the surrounding offered a plentiful supplies of wild resource. ഇപ്പോൾ കാട്ടിൽ നിന്ന് കിട്ടുന്ന വനവിഭവങ്ങൾ അധിക തോതിൽ ലഭ്യമാവുന്ന ഇടങ്ങളിൽ തീർച്ചയായിട്ടും അവരെന്തിനു തയ്യാറായില്ല, ഇത്തരം കാർഷിക വൃത്തിയെ ജീവിത ഭാഗമാക്കാൻ തയ്യാറായിട്ടിരുന്നില്ല. The hunting gathering communities experimented
with various kinds of locally available edible grass. Some of the grass became staple diet and succeeding agriculture community. അപ്പോൾ ഈ വേട്ടയാടി നടന്നിരുന്ന ഇവർ പരീക്ഷണാടിസ്ഥാനത്തിൽ പലതരത്തിലുള്ള ഭക്ഷ്യയോഗ്യമായ സസ്യങ്ങളും കാർഷിക കൃഷി രീതിയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളൊക്കെ അവർ നടത്തിയിരുന്നു എന്നുള്ളതാണ്. ഇൻഡസ് റീജിയൻ പ്രൈമർലി സെറിൽ വാസ് എ വീറ്റ് ആൻഡ് ബാർലി. അപ്പോൾ നമ്മൾ ആദ്യകാലത്തെ വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് ബാർലി എന്ന് പറയുന്ന ധാന്യ വിഭവമായിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്നതാണ്. ദേ ആൾസോ ഡൊമസ്റ്റിക്കേറ്റഡ് ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ, ബഫാലോ. ആദ്യകാലത്ത് ഈ ചെമ്മരിയാടിനെയും ആടിനെയും അതുപോലെ കന്നുകാലികളെ, പോത്തുകളെ ഇതൊക്കെ ഇവർ ഇണക്കി വളർത്തിയിരുന്നു. ഗംഗാ വാലി സബ്സിസ്റ്റൻസ് പാറ്റേൺ സെൻറ്റേർഡ് അറൗണ്ട് ദ കൾട്ടിവേഷൻ ഓഫ് റൈസ്. ഗംഗയുടെ സമതലങ്ങളിൽ നെൽകൃഷി ഉണ്ടായിരുന്നു ആദ്യകാലത്ത്. ഇതൊക്കെ കുറേ ശേഷമാണ് ഉണ്ടായത്, എന്നാലും ഏകദേശം ഒരു ധാരണ പറയുകയാണ്. ദ ഡൊമസ്റ്റിക് ആനിമൽസ് വർ ദ സെയിം. നേരത്തെ പറഞ്ഞിരുന്ന ഷീപ്പും ഗോട്ടും ഒക്കെ തന്നെയായിരുന്നു അവിടെയും ഡൊമസ്റ്റിക് ആനിമൽസ് ആയിട്ട് ഉണ്ടായിരുന്നത്. ദ ഫാമേഴ്സ് സപ്ലിമെൻറ്റഡ് ദെയർ ഫുഡ് ബൈ ഫിഷ് ആൻഡ് വൈൽഡ് പ്ലാന്റ്സ്, ഹണി, ഇല്ലേ, തേന്, കാട്ടുമൃഗങ്ങൾ, അതുപോലെ മെഹർഗ്രാഹ്, the earliest farming village in Indian subcontinent. The earliest evidence for agriculture in Indian subcontinent comes not from the fertile river valley of Indus or Ganga. Rather, it comes from the dry, wind-swept, hilly region of Baluchistan. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലെ ആദ്യ കാർഷിക ഗ്രാമം, മനുഷ്യനാദ്യമായി കൃഷി ആരംഭിച്ച് സെറ്റിൽമെൻറ്റ് താമസിക്കാൻ തുടങ്ങിയ ഇടം എന്ന് പറയുന്നത് ഗംഗയുടെയോ സിന്ധു നദിയുടെയോ ഫലഭൂഷ്ടമായ തീരപ്രദേശമല്ല. പകരം ബലൂചിസ്ഥാനിലെ വളരെ വരണ്ട മണ്ണിലാണ് ഈ ഒരു കൃഷി നമ്മൾ ആരംഭിച്ചു തുടങ്ങിയത് എന്നാണ്. ബോലാൻ നദിയുടെ സമതലമായ കാച്ചി സമതലത്തിലാണ് മെഹർഗ്രാഹ് യഥാർത്ഥത്തിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. ദ റിവർ വാട്ടർ ഫോംസ് ഇൻ ഇൻലാൻഡ് ഡെൽറ്റ ഇൻ ദിസ് ഏരിയ. ബോലാൻ നദിയിൽ ഡെൽറ്റ രൂപം കൊണ്ട് ഒരു റിവർ ബാങ്ക് അല്ലെങ്കിൽ ഒരു ഏരിയ രൂപം കൊണ്ടിട്ടുണ്ട് റിവറിൽ എന്നുള്ള അതാണിത്. ദ ബോലാൻ വാലി ഹാസ് ബീൻ വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് റൂട്ട് ലിങ്ക് ടു ഇൻഡസ് പ്ലെയിൻ വിത്ത് മൗണ്ടെയിൻസ് ടെറൈൻസ് ഓഫ് ബലൂചിസ്ഥാൻ. അപ്പോൾ ഇന്ത്യ ഇൻഡസ് സിന്ധു നദിയുടെ സമതലവുമായി എന്ത് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്ന ഒന്നാണ് ബോലാൻ താഴ്വര എന്ന് പറയുന്നത് ബലൂചിസ്ഥാനെ. Pastoral nomads, traders and invaders have used this route prehistoric time. ചരിത്രാതീത കാലം മുതലേ നാടോടികൾ, ആട്ടിടയന്മാർ, വ്യാപാരികൾ, കൊള്ളക്കാർ, അധിനിവേശക്കാരൊക്കെ ഈ ബോലാൻ പാത ഉപയോഗിക്കാറുണ്ട്. Even now, pastoral nomadic community came down from the hills and pastures this area in the winter season എന്ന. ഈ തണുപ്പ് കാലത്തൊക്കെ ഈ നൊമാഡിക് ഗ്രൂപ്പുകൾ, ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന നൊമാഡിക് കമ്മ്യൂണിറ്റി ഉണ്ടല്ലോ, ട്രൈബൽ നൊമാഡിക് കമ്മ്യൂണിറ്റി, അട്ടിടയന്മാരായിട്ടുള്ള അവർ വിൻ്റർ സീസണിൽ ഇവിടെ എത്തി ഇവിടെ തമ്പടിക്കാറുണ്ട് എന്നാണ്. നോ വണ്ടർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് മെഹർഗ്രാഹ് ബിഗിൻ ദ ഹിസ്റ്ററി ആസ് എ ക്യാമ്പയിൻ സൈറ്റ്സ് അറൗണ്ട് 7000 BC. അപ്പോൾ BC 7000 ഒക്കെ മെഹർഗ്രാഹ് എന്തായിരുന്നു, ഒരു ക്യാമ്പിംഗ് സൈറ്റ് ആയിരുന്നു ഇങ്ങനെ പാസ്റ്ററൽ നൊമാഡിക് ട്രൈബ്സിൻ്റെ. Probably the community of pastoralists had learned about farming from other mobile community of Afghan and Baluchistan area. അഫ്ഗാൻ ബലൂചിസ്ഥാൻ ഏരിയയിലെ മറ്റ് പാസ്റ്ററൽ കമ്മ്യൂണിറ്റിയിൽ നിന്നായിരിക്കും ഒരു പക്ഷേ അഗ്രികൾച്ചറിനെ കുറിച്ച് ഇവർ മനസ്സിലാക്കിയിട്ടുണ്ടാവുക. The food of the people at Mehrgarh consisted primarily wild games supplemented by small quantity domesticated cereal and animals. ആദ്യകാലത്ത് ഈ മെഹർഗ്രാഹിലെ ആളുകൾ ഉപയോഗിച്ചിരുന്നത് വനവിഭവങ്ങൾ തന്നെയാണ്. വനത്തിൽ നിന്ന് കിട്ടുന്ന ചില സെറിൽ ഐറ്റംസും അതുപോലെ അനിമൽസും ഒക്കെ ആയിരുന്നു അവരുടെ ഭക്ഷണത്തിന് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത്. ഓവർ എ പീരിയഡ് ഓഫ് 1000 years, the inhabitants have shifted from the reliance wild animals to barley, wheat, sheep, goats and cattle. വന്യമൃഗങ്ങൾ കിട്ടാതായപ്പോൾ പതുക്കെ ബാർലി, വീറ്റ്, ഷീപ്പ്, ഗോട്ട്, കാറ്റിൽ എന്നിവയിലേക്ക് ഇവയുടെ ഇണക്കി വളർത്തലും പ്ലാന്റിങ്ങിലേക്കും കാർഷിക രീതിയിലൊക്കെ പതുക്കെ മാറി.
ശരിക്ക് മഹഗ്ര പീരിയഡ് എന്ന് പറഞ്ഞാൽ 7000 BC മുതലാണ് 6500 വരെ IA പീരിയഡ് എന്ന് പറയും. അതായത് പ്രീ സെറാമിക് നിയോലിത്തിക് പീരിയഡ് എന്നാണ് പറയപ്പെടുന്നത്. പിന്നെ 500 ടു 5000 ടു 500 എന്ന് പറയുന്ന IBC എന്ന് പറയുന്ന പീരിയഡാണ്. ഐബിക് പീരിയഡ് എന്ന് പറയുന്നത് പീരിയഡ് ഓഫ് സാൾട്ട് ആൻഡ് പീരിയഡ് ഓഫ് സിൽറ്റ് ആൻഡ് ഫ്ലഡ്സ് എന്ന് പറയുന്ന കാലഘട്ടമാണ്. 500 BC എന്ന് പറയുന്ന കാലഘട്ടം അതിൻ്റെ സെക്കൻഡ് A പീരിയഡാണ്. മെഹഗ്രാഹിൻ്റെ സെക്കൻഡ് A ആൻഡ് B പീരിയഡാണ്. പീരിയഡ് ഓഫ് കൺസ്ട്രക്ഷൻ ആൻഡ് ഷാഫ്റ്റംബേർഡ് എന്നാണ്. ഇനി 4000 എന്ന് പറയുന്നത് BC 4000 എന്ന് പറയുന്നത് മെഹഗ്രാഹ് സിവിലൈസേഷൻ്റെ അല്ലെങ്കിൽ മെഹഗ്രാഹ് അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റിൻ്റെ തേർഡ് പീരിയഡാണ്. തേർഡ് പീരിയഡ് എന്ന് പറയുന്നത് പെയിൻറ്റഡ് പോട്ടറി, ഫീമെയിൽ ടെറാക്കോട്ട ഫിഗേഴ്സ്, ഗ്രാനറീസ് ഒക്കെ ഉണ്ടാക്കിയ കാലഘട്ടമാണ്. ഏകദേശം 2200 വരെ ഇത് നീണ്ടു നിന്നു എന്ന് പറയുമ്പോൾ ഏകദേശം 7th പീരിയഡ് 7 പീരിയഡുകൾ ഉണ്ടായിരുന്നു മഹഗ്രാഹിന്. 7000 BC മുതൽ 2200 വരെ 7 പീരിയഡുകൾ 7 ഘട്ടങ്ങളായിട്ട് മഹഗ്രാഹ് പീരിയഡിനെ വേർതിരിക്കുന്നുണ്ട് എന്ന് ഏകദേശം ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ. പോട്ടറി ആൻഡ് കോപ്പർ ടൂൾസ് വേർ ആബ്സെന്റ് അമംഗ് ദ ഇനീഷ്യൽ സെറ്റിലേഴ്സ്. ആദ്യ കാലഘട്ടത്തിൽ മൺപാത്രങ്ങളോ ചെമ്പ് ആയുധങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ദ പ്രൈമറി വില്ലേജ് കൺസിസ്റ്റഡ് കളക്ഷൻ ഓഫ് മഡ് ബ്രിക്സ് ഹൗസസ് ഡിസ്ട്രിബ്യൂട്ടഡ് ആൻഡ് ഇറഗുലർലി വിത്ത് റെഫ്യൂസസ് ഏരിയാസ് ബിറ്റ്വീൻ. ആദ്യകാലത്ത് എന്തായിരുന്നു, മണ്ണ് കുഴച്ചിട്ടുള്ള മണ്ണ് കട്ടകളോട് കൂടിയിട്ടുള്ള വീടുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഹൗസസ് ഒക്കെയാണ് നിർമ്മിച്ചിരിക്കപ്പെട്ടിരുന്നത് എന്നാണ്. ദ ഏർലിയസ്റ്റ് ഇൻഹാബിറ്റൻസ് വർ യൂസിങ് അഷ്വർ ബ്ലൂ ലാപ്പിസ് ലസൂളി. പിന്നെ സെമി പ്രഷ്യസ് സ്റ്റോൺ ആയിട്ടുള്ള ഒരു ബ്ലൂ കളറുള്ള ലാപ്പിസ് ലസൂളി എന്ന് പറയുന്ന സ്റ്റോൺ കൊണ്ടുള്ള മുത്തുകൾ ഉപയോഗിച്ചിരുന്നു. ബ്ലൂ, ഗ്രീൻ, ടർക്കോയ്സ്, വൈറ്റ് മറൈൻ ഷെല്ലുകൾ, ഈ ശംഖ് മുതലായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ മറൈൻ ഷെല്ലുകളൊക്കെ ഇവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. ദീസ് സബ്ജക്റ്റ് ഹാഡ് ബീൻ ഒബ്റ്റൈൻഡ് ഫ്രം ഡിസ്റ്റൻറ്റ് പ്ലേസ്. എന്നാൽ നമുക്കറിയാം ബലൂചിസ്ഥാനിലെ മഹഗ്രാഹ് ഇതൊരു വരണ്ട ഹില്ലി ഏരിയയാണ്, ഇവിടെ കിട്ടുന്നതല്ല ഈ ഷെല്ലുകളൊക്കെ. അപ്പോൾ ഇത് ഒരു പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഇവർ ഒബ്റ്റെയിൻ ചെയ്തതായിരിക്കും, നേടിയെടുത്തതായിരിക്കും. മറൈൻ ഷെൽ കുഡ് ബി ഒബ്റ്റെയിൻഡ് ഫ്രം മക്രാൻ കോസ്റ്റ് ഓൺലി. നമുക്കറിയാം മക്രാൻ അല്ലേ, ഇറാഖിൽ മക്രാൻ കോസ്റ്റിൽ മാത്രമേ ഈ മറൈൻ ഷെല്ലുകൾ കിട്ടുമായിരുന്നുള്ളൂ. അപ്പോൾ അവിടുന്ന് കിട്ടിയതായിരിക്കും എന്നുള്ളതാണ്. ലാപ്പിസ് ലസൂളി എന്ന് പറയുന്നത് ഒരു സ്റ്റീപ്പി മൗണ്ടൻ ബദക്ഷാൻ എന്ന് പറയുന്ന സ്റ്റീപ്പി മൗണ്ടെയിൻ റീജിയനിൽ മാത്രം കാണുന്ന ഒന്നാണ് ലാപ്പിസ് ലസൂളി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും അവിടുത്തെ ഷാങ്കൈ ഡെസേർട്ടിൽ കാണപ്പെടുന്നതാണ്. അപ്പോൾ ഇതൊക്കെ മറ്റ് കമ്മ്യൂണിറ്റിയുമായി ഇവർക്കുള്ള റിലേഷനിലൂടെ ഇവർക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇവർ ഒരു ഇൻ്റർ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവർ തമ്മിൽ. സിമിലർലി ടർക്കോയ്സ് കം ഫ്രം കൈസിൽ കും ബിയോണ്ട് ദ റിവർ ഓഫ് ഓക്സസ് റിവറിന് അപ്പുറത്ത് നിന്ന് കൈസൈൻ കും എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയതാണ്. ഇറ്റ് ഫോളോസ് ദ ഏർലിയസ്റ്റ് അഗ്രികൾച്ചർ വർ കണക്റ്റഡ് വിത്ത് നെറ്റ്വർക്ക് എക്സ്ചേഞ്ച് എക്സ്റ്റെൻഡഡ് അറേബ്യൻ സീ ടു സെൻട്രൽ ഏഷ്യ. അപ്പോൾ മധ്യ ഏഷ്യ മുതൽ അറബിക്കടലിൻ്റെ തീരം വരെ എന്ത് ചെയ്യുന്നു, ഈ ആദ്യകാലത്തെ ഈ അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റിന് എന്തുണ്ടായിരുന്നു, കണക്ഷൻ ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ ഇതിന്ന് മനസ്സിലാക്കുന്നത്. ബൈ അബൌട്ട് 5500 BC സെറ്റിൽമെൻറ്റ് വാസ് ട്രാൻസ്ഫോംഡ്. 5500 കൂടി, അതായത് മഹഗ്രാഹ് കാലഘട്ടത്തിൻ്റെ ഫസ്റ്റ് പീരിയഡിൻ്റെ BC കാലഘട്ടത്തിൽ ഫ്ലഡൊക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ വലിയ മാറ്റം ഉണ്ടായി. ഈ നദിയൊക്കെ കരകവിഞ്ഞതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പീപ്പിൾ ബിൽറ്റ് മഡ് ബ്രിക്സ് ഹാവിങ് ക്യൂബിക്കിൾസ്. ഹി കുഡ് ഹാവ് ബീൻ സ്റ്റോറേജ് ഓഫ് ഗ്രെയിൻസ്. ധാന്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ധാന്യപ്പുരകൾ ഉണ്ടാക്കി. മഡ് ഹൗസുകൾ എന്തുണ്ടാക്കി, ചുടുകട്ടകളൊക്കെ ഉപയോഗിച്ച്, മൺകട്ടകളൊക്കെ ഉപയോഗിച്ച്. അതുപോലെ വാൾസ് ക്രിയേറ്റ് ചെയ്തു, ടെറസുകൾ, മേൽക്കൂരകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയാണ്. ദേ ബിഗാൻ ടു സെറ്റ് എ റൂഫ് ഓൺ ദ റെക്ടാങ്കുലർ സെക്ഷൻ റാഫ്റ്റ്സ്. ഫസ്റ്റ് കൊറേസ് പോട്ടറി അപ്പിയർഡ് ഇൻ ദിസ് പീരിയഡ്. ആദ്യത്തെ മൺപാത്രം ഈ ഒരു കാലഘട്ടത്തിലാണ് ഇവിടെയാണ് രൂപം കൊള്ളുന്നത്, പ്രത്യക്ഷപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. ദ ഓൾറെഡി എക്സിസ്റ്റിംഗ്. അപ്പോൾ പോട്ടറി പീരിയഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ 4000 BC ആണ്. 4000 BC മഹഗ്രാഹിലെ തേർഡ് പീരിയഡാണ് യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ. ദ ഓൾറെഡി എക്സിസ്റ്റിംഗ് ദ ലിസ്റ്റ് ഓഫ് പ്രഷ്യസ് സ്റ്റോൺസ് ഓഗ്മെൻറ്റഡ് ഇൻ വൈറ്റ് ആൻഡ് ബ്ലാക്സ്, സ്റ്റിയറ്റൈറ്റ്, റെഡ് ഓറഞ്ച്, കോർണേലിയൻ,
ബാൻഡേഡ് അഗെയ്റ്റ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അതിനു മുമ്പും നിലനിന്നിരുന്ന ചില സെമി പ്രഷ്യസ് സ്റ്റോണുകളുണ്ട്, അമൂല്യമായ രത്നങ്ങൾ എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ രത്നങ്ങളല്ല, വേർതിരിച്ചെടുക്കാനുള്ള ടെക്നോളജി ഒന്നും ഇല്ലാത്തതുകൊണ്ട് കല്ലിലും മണ്ണിലും ഒക്കെ ഉടക്കി നിൽക്കുന്ന ചില സ്റ്റോണുകളൊക്കെയാണ് സ്റ്റിയറ്റൈറ്റ്, വൈറ്റ് ബ്ലാക്ക് സ്റ്റിയറ്റൈറ്റുകളും കോർണേലിയൻ ബീഡ്സും ഒക്കെ ആയിരുന്നു അന്ന് അവർ പ്രഷ്യസ് സ്റ്റോൺസ് ആയിട്ട്, അല്ലെങ്കിൽ ബീഡ്സ്, അതൊക്കെ മുത്തുകളെ പോലെയൊക്കെ ആഭരണങ്ങൾക്ക് വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് നമ്മളോട് പറയപ്പെടുന്നത്. എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റി. During the 5th millennium BC, a considerable number of agricultural villages were in size had been established in the region of Balochistan. Villages like Kiligol, Muhammad and Khalat in the Quetta Valley and Mudigak near Kandahar in Afghanistan came to existence. BC 5ാം മില്ലേനിയത്തോടു കൂടി അഗ്രികൾച്ചറൽ വില്ലേജുകൾ കുറച്ചുകൂടി അതിൻ്റെ സൈസ്, അതിൻ്റെ വ്യാപ്തി വലുതായി തുടങ്ങി. പ്രത്യേകിച്ചും ബലൂചിസ്ഥാനിൽ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള നമ്മുടെ മെഹർഗാറിൽ നിലനിൽക്കുന്ന അഗ്രികൾച്ചർ വില്ലേജ് മറ്റ് പല വില്ലേജുകളും രൂപം കൊണ്ടു എന്നുള്ളതാണ്. കിലേഗോൾ മുഹമ്മദ്, അതുപോലെ ഖലാത്ത്, കോട്ടാ വാലിയിലെ ഖലാത്ത്, കാണ്ടഹാർ, അഫ്ഗാനിലെ കാണ്ടഹാറിനോട് ചേർന്നിട്ടുള്ള മൗണ്ടിഗോട്ട് എന്ന് പറയുന്ന, മൗണ്ടിഗാക്ക് എന്ന് പറയുന്ന ചില ഗ്രാമങ്ങൾ രൂപം കൊണ്ടു എന്നുള്ളതാണ്. സെറ്റിൽമെൻറ്റ് ലൈക്ക് സറൈ കൊഹ്ല നിയർ ടാക്സില, തക്ഷശില ആൻഡ് ഷെറി ഖാൻ തറാഖായ് സൗത്ത് ഓഫ് ഭാനു ഓൾസോ ഡേറ്റ് ദിസ് പീരിയഡ്. ഇതേ കാലഘട്ടത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ചില ഗ്രാമങ്ങളെ സൂചിപ്പിക്കുന്നുണ്ട്, ചില സെറ്റിൽമെൻറ്റുകൾ. അതാണ് സർഹായ് കൊഹ്ല എന്നാണ്. തക്ഷശില, പഴയ തക്ഷശില, ടാക്സില, തക്ഷശിലയ്ക്ക് അടുത്തുള്ള ഒരു ഗ്രാമമാണ്. ഷെറി ഖാൻ ഥറായിക്കോട്ട് എന്ന് പറയുന്ന ഭാനുവിൻ്റെ സൗത്തായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഇത് 4th മില്ലേനിയത്തോടു കൂടിയൊക്കെ ഇല്ലാതായൊരു സെറ്റിൽമെൻ്റ് ആണെന്ന് പറയാം. ബൈ ദ 4th millennium BC, the settlement of Balakot came into existence. പ്രസിദ്ധമായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ സെറ്റിൽമെൻ്റ് ആണ് ബലാക്കോട്ടിലെ സെറ്റിൽമെൻറ്റ്. 4ാം നൂറ്റാണ്ടോട് കൂടി രൂപം കൊണ്ടതാണ്. ലൊക്കേറ്റഡ് on the Makran coast, in the settlement might have been source of seashells found in contemporary agriculture settlement. ഈ കാലഘട്ടത്തിലെ സമകാലികമായ ഒരു കാർഷിക ഗ്രാമമായി പരിഗണിക്കപ്പെടുന്ന ഒന്നാണ് ഇത്. മക്രാൻ കോസ്റ്റിൽ, മക്രാൻ സമുദ്രതീരമാണ്, നിയർ കറാച്ചി, നമ്മൾ പാകിസ്ഥാനിലെ കറാച്ചിയോട് ചേർന്നിട്ടുള്ള ഒന്നാണ് മക്രാൻ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് സീഷെല്ലുകൾ ലഭ്യമായിട്ടുള്ള ഒരു ഏരിയയാണ്. അറൗണ്ട് 4000 BC, Mahargarh had grown into settlement of about 50 hectares. ഒരു 4000 BC കൂടിയൊക്കെ മഹർഗാർ വളർന്ന് വലുതായി 50 ഹെക്ടറോളം വിസ്തൃതിയുള്ള ഒരു മനുഷ്യവാസമുള്ള പ്രദേശമായി മാറിയെന്ന്. Apart from the continuance of the earlier tradition of building houses and granaries this period, some development people in Mahargarh begin using copper on significant scale. ബിഗിനിങ്ങിൽ മഹർഗാർഹിൽ പീരിയഡിൻ്റെ തുടക്കത്തിലൊന്നും കോപ്പർ ഉണ്ടായിരുന്നില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഒരു 4000 BC എത്തിയതോടുകൂടി, അത് മഹർഗാർ പീരിയഡിൻ്റെ തേർഡ് പീരിയഡ്, 3ാം പീരിയഡാണ്, 3ാം കാലഘട്ടമാണ്.
ആ തേർഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ പെയിന്റഡ് പോട്ടറി, ഫീമെയിൽ ടെറാക്കോട്ട ഫിഗേഴ്സ്, ഗ്രാനറീസ് ഒക്കെ കണ്ടിട്ടുള്ള കാലമാണ്. അപ്പോൾ നമ്മളോട് നേരത്തെ പറയുന്നു, മുൻപില്ലാത്തതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ എന്തുണ്ടായിട്ടുണ്ട്, ബിൽഡിംഗ് ഹൗസസ് ബിൽഡ് ചെയ്യാനും ഗ്രാനറീസ് ധാന്യപ്പുരകൾ നിർമ്മിക്കാനും ഒക്കെ ആളുകൾ തുടങ്ങി. കൂടാതെ കോപ്പറിൻ്റെ ഉപയോഗവും ഇവിടെ കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. ടു ദിസ് പീരിയഡ് ആൾസോ ഡേറ്റ് ദ ഫൈൻസ് ലാർജ് നമ്പർ ഓഫ് ഫീമെയിൽ ടെറാക്കോട്ട ഫിഗർ എന്നാണ് നമ്മൾ പറയുന്നത്. തേർഡ് പീരിയഡാണ് മെഹർഗാർഹിൻ്റെ തേർഡ് പീരിയഡാണ്, ശരിക്കും മൂന്നാം കാലഘട്ടമാണ്. ഇങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 7 പീരിയഡുകളായിട്ട് അതിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം മൂന്നാം പീരിയഡാണ് 4000 BC എന്ന് പറയുന്നത്. അപ്പോൾ ഫീമെയിൽ ടെറാക്കോട്ട ഫിഗറുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കളിമണ്ണ് കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന, ചുട്ടെടുക്കുന്ന അല്ലേ ടെറാക്കോട്ട എന്ന് പറയുന്ന സ്ത്രീ രൂപങ്ങൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. There are evidence for mass production of pottery with the introduction of potter's wheel. അപ്പോൾ വലിയ തോതിലുള്ള മൺപാത്രങ്ങൾ ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പോട്ടേഴ്സ് വീലിൻ്റെ ഇൻട്രൊഡക്ഷൻ ഈ കാലഘട്ടത്തിലാണ്. മൺപാത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ചക്രമുണ്ടല്ലോ, കുശവൻ്റെ ചക്രം, അത് ഈ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ട് വന്നത് എന്നാണ്. The painted decoration of to this pottery has been regarded as the hallmark of the pottery of agriculture community of Baluchistan. അപ്പോൾ ബലൂചിസ്ഥാൻ്റെ താഴ്വരയിൽ ഹില്ലി ഡ്രൈലാൻഡിൽ സ്ഥിതി ചെയ്യുന്ന മെഹർഗാർഹ് എന്ന് പറയുന്ന ഈ ഒരു സെറ്റിൽമെൻ്റ് ഏറ്റവും വലിയൊരു പ്രത്യേകതയായിരുന്നു എന്ന് വെച്ചാൽ വലിയ തോതിലുള്ള പോട്ടറീസ് കണ്ടെത്തിയെന്ന് മാത്രമല്ല, ആ പോട്ടറികൾ പെയിൻറ് ചെയ്യപ്പെട്ടിരുന്നു, ഡെക്കറേറ്റ് ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ള. അപ്പോൾ ഈ ഒരു അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത, ഒരു ഹാൾമാർക്ക്, മുഖമുദ്രയായിരുന്നു പെയിൻറ്റഡ് പോട്ടറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു? പെയിൻറ്റഡ് പോട്ടറി, അതുപോലെ ഫീമെയിൽ ടെറാക്കോട്ട ഫിഗേഴ്സ്, ഗ്രാനറീസ്, ഹൗസസ് ഒക്കെ ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇറ്റ് ഹാസ് സീംസ് ദാറ്റ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി വർ കൊളനൈസിങ് ന്യൂ ഏരിയാസ്. അപ്പോൾ കാർഷിക സമുദായം പുതിയ കോളനികളായി പുതിയ മേഖലകളിലേക്ക് വ്യാപിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടമായിരുന്നു നമ്മളീ പറഞ്ഞ ഈ മെഹർഗാർഹ് പീരിയഡ്, എക്സ്പാൻഷൻ ഓഫ് അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഈ 4th മില്ലേനിയം BC ഈ 4ാം നൂറ്റാണ്ട്, BC 4ാം നൂറ്റാണ്ടിലെ അഗ്രികൾച്ചർ സ്പ്രെഡ്, അത് ഇൻഡസ് പ്ലെയിനിലേക്ക്, സിന്ധു നദീതടത്തിലേക്ക്, സമതലങ്ങളിലേക്ക് വ്യാപിക്കുന്നതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. Spread to the Indus Plain. It was in the second half of the 4th millennium BC that agricultural system developed in Piedmont zone was successfully transplanted into the plains of Indus River system. The sites of Amri shows typically borrowings from Baluchistan. About 40 sites have been reported in the plains of now dry bed of Hakra River. BC 4000 മധ്യത്തോടെ എത്തിയോടുകൂടി കാർഷിക സമുദായം കുറെ കൂടി മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചു. പ്രത്യേകിച്ചും സിന്ധു നദിയുടെ തീരങ്ങളിലേക്ക് വ്യാപിച്ചു എന്ന് പറയാം. അത്തരത്തിലുള്ള ഒരു സൈറ്റാണ് അമ്രി എന്നറിയപ്പെടുന്നത്. ബലൂചിസ്ഥാനിൽ നിന്ന് മെഹർഗാർഹ് അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റിൻ്റെ ഒരു ഡയറക്റ്റ് കോപ്പി അല്ലെങ്കിൽ ഒരു ബോറോയിങ് സൈറ്റ് എന്ന് വേണമെങ്കിൽ അമ്രിയെ വിശേഷിപ്പിക്കാം. ഇപ്രകാരം 40ഓളം സെറ്റിൽമെൻറ്റ് സൈറ്റുകൾ ഹക്ര നദിയുടെ വരണ്ട തീരത്ത് ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് വരണ്ടുണങ്ങിപ്പോയി കഴിഞ്ഞ ഹക്രയുടെ തീരത്ത് ഇപ്രകാരം പഴയ കാലത്ത് ഈ BC 4000-ൻ്റെ മധ്യത്തോടു കൂടി ധാരാളം അഗ്രികൾച്ചർ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടതായിട്ട് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ദ മൈഗ്രേഷൻ ഓഫ് farmers to the Indus Plain marked a significant advancement in the progression of agricultural societies. The floodplains would have been more densely forested, with the swamp and wild animals posing challenges to the human community. പുതിയ നദീതീരത്തേക്ക്, ഇൻഡസ് സമതലങ്ങളിലേക്ക് മൈഗ്രേഷൻ ചെയ്യപ്പെട്ട ഫാർമേഴ്സ് കൂടുതൽ പുരോഗതിയുള്ള കാർഷിക സമുദായമായി മാറി. പലപ്പോഴും ഇടതൂർന്ന വനങ്ങളും
അതുപോലെ വന്യജീവികളുടെ ആക്രമണം എന്നിവയൊക്കെ ഇവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. Once these areas were colonized, the food yield would dramatically improve. Also, waterways were most efficient modes of transport in the ancient world. അപ്പോൾ ഒരു കാലത്ത് ഭക്ഷ്യോൽപാദനത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉറവിടമായിരുന്നു ഈ ഒരു മേഖല. കൂടാതെ നദി ഗതാഗതത്തിന് അനുയോജ്യമായ ഒരു മാർഗമാണെന്നുള്ളതുകൊണ്ടും പ്രാചീന ലോകത്ത് ഇത്തരത്തിലുള്ള സിന്ധു നദിയുടെ സമതലങ്ങൾ കാർഷിക വൃത്തിക്ക് കൂടുതൽ പുരോഗതി നേടി നിന്നാണ്. സെറ്റിൽമെൻറ്റ് അലോങ് ദ റിവർ ബാങ്ക് ബിക്കം എഫിഷ്യൻറ്റ് നോഡ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, റേഡിയേറ്റിംഗ് the influence more organized scale than had been possible earlier. Thus, the shift to river valleys was an important stage to expansion of agriculture. ഇപ്പോൾ വരണ്ട പ്രദേശങ്ങളോ കുന്നിൻ ചെരുവുകളോ പർവ്വത പ്രദേശങ്ങളിലൊക്കെ താമസിച്ചിരുന്ന ആളുകൾ നദീതീരങ്ങളിലേക്ക് കാർഷിക വൃത്തിക്ക് വേണ്ടി മാറിയോടുകൂടി മുൻപത്തേക്കാൾ കൂടുതൽ വികാസമുണ്ടായി. മറ്റു സമുദായങ്ങളുമായി നദിയിലൂടെ ആശയവിനിമയം ചെയ്യാനും വ്യാപാരം ചെയ്യാനും ഒക്കെ അവർക്ക് സാധിച്ചു എന്നുള്ളതാണ്. കോൺസിക്വൻസസ് ഓഫ് അഗ്രികൾച്ചർ. കാർഷിക വൃത്തിയിലേക്ക് മനുഷ്യവർഗം മാറിയതിൻ്റെ പരിണിതഫലങ്ങൾ എന്തൊക്കെയാണ്? The emergence of agriculture is connected to the establishment of village. Nomadic hunter-gathering groups shifted their settlement based on the seasonal movement of animals and the presence of edible plants. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്, ഒരു കാലത്ത് മൃഗങ്ങൾ വേട്ടയാടി ജീവിച്ചിരുന്ന നൊമാഡിക് ഹണ്ടിങ് ഗ്യാദർ ഗ്രൂപ്പുകളായിരുന്നു. മൃഗങ്ങളുടെ പലായനത്തിനനുസരിച്ച് സീസണുകളനുസരിച്ചും മാറി മാറി താമസിച്ചിരുന്ന ആളുകൾ കാർഷിക വൃത്തിയിലേക്ക് മാറിയപ്പോൾ ഒരിടത്ത് സ്ഥിരതാമസമാവുകയും അതിൻ്റെ ഫലമായി ഗ്രാമങ്ങൾ രൂപക്കൊള്ളുകയും ചെയ്തു എന്നുള്ളതാണ്. Unlike hunting, gathering, agriculture required to the farmer stay on the place long period. ഹണ്ടേഴ്സിനെ പോലെ പെട്ടെന്ന് മാറി താമസിക്കാൻ പറ്റില്ല. കാരണം കൃഷി ചെയ്യുമ്പോൾ അതിനെ പരിപാലിക്കാനും വിളവെടുക്കാനും അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരുപാട് കാലം ഒരിടത്ത് തങ്ങേണ്ടി വന്നു എന്നുള്ളതാണ്. He was to sow seeds, he has to water the plants, has to protect the saplings from the birds and animals. കൃഷി ചെയ്യുമ്പോൾ വിത്ത് വിതയ്ക്കണം, കൃഷിഭൂമി ഒരുക്കണം, അതിന് ജലസേചനം നടത്തണം, മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നും അതിനെ സംരക്ഷിക്കേണ്ടി വരും. അങ്ങനെ കുറേ കാലം ഒരു ഭാഗത്ത് തന്നെ താമസിക്കണം. Only after 4 to 6 months are plants ready to harvest. കൃഷി ഇറക്കിക്കഴിഞ്ഞ ഒരു 4, 5, 6 മാസം കൊണ്ട് അത് വിളവെടുക്കാനും സാധിക്കും. This means unlike hunting, gathering, agriculture encourage settling down one place. അപ്പോൾ ഒരു കാലത്ത് അലഞ്ഞ് തിരിഞ്ഞ് വേട്ടയാടി നടന്നിരുന്ന ജനവിഭാഗം ഒരിടത്ത് സ്ഥിരതാമസമാവേണ്ടി വരികയാണ്. ദിസ് ഈസ് വൈ ദ ലാർജ് സ്കെയിൽ എമർജൻസ് ഓഫ് വില്ലേജ് ഡേ ടു കമ്മിങ് അഗ്രികൾച്ചർ. അതുകൊണ്ടാണ് ആദ്യകാലത്ത് ഈ ഒരു കാർഷിക വൃത്തിയിലൂടെ വലിയ തോതിലുള്ള ധാരാളം ഗ്രാമങ്ങൾ രൂപം കൊള്ളുകയുണ്ടായി എന്ന് പറയുന്നത്. ദ അഡ്വെന്റ് ഓഫ് അഗ്രികൾച്ചർ ഈസ് ആൾസോ ഇൻ്റർട്വിൻഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് എൻഡ്യൂറിംഗ് പാറ്റേൺ ഓഫ് കൊളാബറേഷൻ. കാർഷിക മേഖലയുടെ ആവിർഭാവം മറ്റ് വികസന പ്രവർത്തനങ്ങളിലേക്കും വഴിതെളിയിച്ചു എന്നുള്ള. അൺലൈക്ക് ആൻഡ് ഹണ്ടിങ് ആൻഡ് ഗ്യാതറിങ് വിച്ച് റിക്വയർ കോപ്പറേഷൻ, സക്സസ്ഫുൾ ഹണ്ട് അഗ്രികൾച്ചർ പ്രാക്ടീസ് ഫോസ്റ്റേർഡ് ലോങ്ങർ ടേം കോപ്പറേഷൻ. ഒരു ചെറിയ ഇടവേളയിൽ അല്ലെങ്കിൽ ചെറിയ കാലത്തേക്ക് മാത്രം മൃഗങ്ങളെ വേട്ടയാടുന്നതിന് 1-2 ദിവസത്തേക്ക് മാത്രം സഹകരിച്ച മനുഷ്യർ കാർഷിക വൃത്തിക്ക് ഒരുപാട് കാലത്തെ സഹകരണം ആവശ്യമാണ്. അപ്പോൾ ചെറിയ തോതിലുണ്ടായിരുന്ന സഹകരണം കാർഷിക മേഖലയിലേക്ക് വന്നപ്പോൾ വലിയ തോതിലുള്ള ദീർഘകാലത്തേക്കുള്ള സഹകരണത്തിലേക്ക് വഴി തെളിയിച്ചു. ദ ഹണ്ടിങ് ഗ്യാതറിംഗ് സൊസൈറ്റി കോപ്പറേഷൻ സെൻറ്റേർഡ് അറൗണ്ട് ദ ഓർഗനൈസ്ഡ് ഹണ്ട്സ് ആൻഡ് വൺസ് ദ റിസോഴ്സസ് വർ ഷെയർഡ് ഗ്രൂപ്പ് ഡിസ്ബാൻഡഡ്. നേരത്തെ ഉണ്ടായിരുന്നത് ഒരു കൂട്ടം ആളുകൾ കൂടിച്ചേരും, എന്തെങ്കിലും ഒരു മൃഗത്തെ വേട്ടയാടാൻ പോവും, അതിനെ കൊന്നു തിന്നോട് കഴിയുന്നതോടുകൂടി അവർ വേർപിരിയും എന്നുള്ളതാണ്. ആ സിസ്റ്റത്തിൽ നിന്ന് ഇപ്പം മാറി. ദ ബേസിക് യൂണിറ്റ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ ഓഫ് മോസ്റ്റ് ഹണ്ടിങ് ഗ്യാതറിംഗ് ഗ്രൂപ്പ്സ് ഈസ് എ ബാൻഡ്, സ്മാൾ സ്കെയിൽ nomadic group, 15 to 50 people related by kingship.
അപ്പോൾ ഹണ്ടിങ് ഗ്യാതറിംഗ് സൊസൈറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു 15 മുതൽ 50 പേര് വരെ ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ ഗ്രൂപ്പായിരുന്നു അവരുണ്ടായിരുന്നത്. ഇവർ ഒരു കിൻഷിപ്പിലുള്ള പരസ്പരം ബന്ധുത്വമുള്ള ഒരു വിഭാഗമാണ്. റാദർ ദാൻ ലിവിങ് ഇൻ യൂണിഫോംലി സൈസ്ഡ് ഗ്രൂപ്പ് ത്രൂ ഔട്ട് the year, band societies tended to spend a part of the year dispersed into small foraging unit, another part of the year aggregated into much larger unit. This pattern of dispersal aggregation is related to seasonal availability of food and game to different areas. അപ്പോൾ ഇവരുടെ പ്രത്യേകത എന്തായിരുന്നു? അഗ്രികൾച്ചറൽ ആസ്പെക്റ്റിന് വേണ്ടി ഇവർ നേരത്തെ സ്മാൾ യൂണിറ്റായിട്ട് പ്രവർത്തിച്ചിരുന്നവർ വർഷങ്ങളോളം ഒരിടത്ത് തങ്ങി പ്രവർത്തിക്കേണ്ടി വരിക എന്നുള്ളതുകൊണ്ട് നേരത്തെ ഉണ്ടായിരുന്ന സ്മാൾ യൂണിറ്റ് എന്നുള്ളത് എന്തായി മാറി? പിന്നീട് അത് ബിഗ് അല്ലെങ്കിൽ ലാർജ് യൂണിറ്റായി മാറി എന്ന. കിൻഷിപ്പ് ടൈസ് ആർ ദോസ് ആൻഡ് പീപ്പിൾ വൺ ഗ്രൂപ്പ് ഈസിലി മൂവ് അനദർ ഗ്രൂപ്പ്സ്. പതുക്കെ പതുക്കെ എന്ത് ചെയ്തു? കിൻഷിപ്പ് ടൈസ് പതുക്കെ ഇല്ലാതായി, കുറച്ചുകൂടി അഴഞ്ഞു എന്ന് പറയാം. ഇല്ലാതായി എന്നല്ല, അയവുള്ളതായി മാറി. ആളുകൾ വളരെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാനും സഞ്ചരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം കിട്ടി. അതർ ഹാൻഡ് അഗ്രികൾച്ചർ നീഡ് കോപ്പറേഷൻ ഫ്രം സോയിങ് ഹാർവസ്റ്റ്. കാർഷിക പ്രവൃത്തിക്ക് വലിയ തോതിൽ കൂടെയുള്ള ആളുകളുടെ സഹകരണം ആവശ്യമാണ്. So unlike typical hunting expedition which might last a day or week, agriculturists that cooperate to the production process least 4 months. വേട്ടയാടുക എന്ന് പറയുമ്പോൾ, ഹണ്ടിങ് എന്ന് പറയുമ്പോൾ ഒരു ദിവസം ഒരാഴ്ച കൊണ്ടോ തീരുന്ന പ്രവൃത്തിയാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, മാസങ്ങളോളം, ചുരുങ്ങിയൊരു 4 മാസങ്ങളിലും കോപ്പറേഷൻ ഉണ്ടാവണം. വിത്ത് വിതയ്ക്കാനും വിത്തിനെ നിലനിർത്താനും ഒക്കെയാണ്. അഗ്രികൾച്ചർ വെയിറ്റിംഗ് ഫോർ ദ ക്രോപ്സ് ടു ഗ്രോ, ദേ സർവൈവ് ദ ഫുഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഫാമേഴ്സ് ഇൻ പ്രീവിയസ് സീസൺ. So there is a need of cooperation among food production groups across the year. It's not surprising agriculture society is distinguished by extensive kinship network, which serves the foundational structure for sustained cooperation among farmers. അപ്പോൾ മുമ്പ് ഒരു എക്സ്പെഡീഷന് മാത്രമായിട്ട് സഹകരിച്ച് വേർപിരിഞ്ഞു പോകുന്ന, ഡിസ്പേഴ്സ് ചെയ്യുന്ന ആ ഒരു കമ്മ്യൂണിറ്റി ഇപ്പോൾ കാർഷിക വൃത്തിയിലേക്ക് മാറിയപ്പോൾ വർഷങ്ങളോളം പരസ്പരം സഹകരിച്ച് ജീവിക്കുകയും പതുക്കെ പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്കും പൂർണ്ണ സഹകരണത്തിലേക്കും അവരെത്തിച്ചേരുകയും ചെയ്തു. അങ്ങനെ ഒരു വലിയ വിഭാഗമായി മാറി എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകതയായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി പെർമനൻ്റ് ആയിട്ടൊരു സ്ഥലത്ത് സെറ്റിലായി എന്ന് നമ്മൾ പറഞ്ഞു. അതോടുകൂടെ അവരുടെ പോപ്പുലേഷൻ സൈസ് വർദ്ധിക്കുകയുണ്ടായി. കൂടാതെ ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ, പ്രാദേശികമായ അവരുടെ പ്രദേശം, കൈവശമുള്ള ഭൂമിയുടെ അളവും വർദ്ധിപ്പിക്കാൻ അവരിടയായി. ആളുകളുടെ എണ്ണം കൂടുമ്പോൾ കൃഷിയുടെ സ്ഥലത്തിൻ്റെ വിസ്തൃതി കൂടണം. അപ്പോൾ കാട് വെട്ടിത്തെളിച്ച് കൂടുതൽ കൃഷി തുടങ്ങി. ക്രോപ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്തു? പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ഇത് മാത്രമല്ല, അവർ കാർഷിക വൃത്തിക്ക് വേണ്ടി മാത്രമല്ല മൃഗങ്ങളെ പരിപാലിച്ച് വളർത്തുന്ന സ്വഭാവം അവർക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ മൃഗപരിപാലനം, പാലുൽപ്പന്നങ്ങൾ, അതിൻ്റെ മാംസം എന്നിവ കൃത്യമായി അവരുടെ വർധനവിന് കാരണമായി. പ്രത്യേകിച്ചും കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിനൊക്കെ കാരണമായി. അപ്പോൾ ഇത്തരത്തിൽ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി കൾട്ടിവേഷൻ, പ്രത്യേകിച്ചും ഇൻട്രൊഡക്ഷൻ ഓഫ് അഗ്രികൾച്ചർ എന്ന കാർഷിക വൃത്തിയുടെ ആവിർഭാവം എന്ന് പറയുന്നത് ഒരു പുതിയ ജനവിഭാഗത്തെ അല്ലെങ്കിൽ പുതിയ ജീവിത രീതിയെ അല്ലെങ്കിൽ ഗ്രാമങ്ങളെ ഒക്കെ വാർത്തെടുക്കാൻ വളരെയധികം സഹായിച്ചിട്ടുണ്ട് എന്നാണ് നമ്മളിവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്.